യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡോക്ടർ കെ എ പോൾ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയാണ് പണപ്പിരിവ് നടത്തുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ പുറത്തുവിടാനുള്ള കാരണം? ഇങ്ങനെ ഈ രീതിയിൽ ഈ നിമിഷപ്രിയയുടെ പേര് പറഞ്ഞൊക്കെ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നു, അത് അനധികൃതമായി ആണ് എന്നൊക്കെയാണോ വിവരങ്ങൾ പുറത്തുവരുന്നത്? എത്ര പണം പിരിച്ചെടുത്തിട്ടുണ്ടെന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? പ്രജിൻ, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണയായതായി നേരത്തെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് മോചനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഡോക്ടർ കെ എ പോൾ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പണപ്പിരിവ് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നത്. അതിൽ പ്രധാനമായും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ട് വഴി, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വ്യാജമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ കെ എ പോൾ നേരത്തെ തന്നെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് താൻ ചർച്ചകൾ നടത്തുന്നുണ്ട്, താൻ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പലതവണ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നില്ല. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ഈ ഒരു അവകാശവാദത്തെ തള്ളിക്കളഞ്ഞിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ പണപ്പിരിവിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ എ പോളിന്റെ ഒരു പോസ്റ്റ് വരികയും അത് വിദേശകാര്യ മന്ത്രാലയം അത് വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു പണപ്പിരിവ് നടത്തുന്നതിനെ കുറിച്ചോ കെ എ പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനെ കുറിച്ചോ ഈ കെ എ പോളിന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അക്കൗണ്ടിനെ കുറിച്ചോ തങ്ങൾക്ക് യാതൊരു അറിവും അത്തരത്തിലൊരു പണപ്പിരിവിന് ആഹ്വാനവും നൽകിയിട്ടില്ല എന്നാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറർ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കൂടാതെ ഈ വിഷയത്തിൽ പോലീസ് നടപടി അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പരിഗണിക്കുന്നുണ്ട്. പ്രജിൻ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.